അല്ല, അതിനു മുമ്പ് വഴക്കായ രണ്ടുപേരും. കുസൃതി പെണ്ണേ, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ അവൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുക. നീനാമേ, ഇതാണ് എന്റെ മമ്മി. ഇതാ കാപ്പ് കുടിക്കും. വാങ്ങി കുടിച്ചോളൂ, അവരൊക്കെ സ്നേഹമുള്ളവരാ. ഓരോ ടെസ്റ്റിട്ട് പോയില്ലേ? ഞാൻ പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് എന്റെ പെങ്ങൾ ലീനാമ്മ ഇങ്ങോട്ട് വന്നത്. പൊന്നാങ്ങളെന്ന് പോയാട്ടെ, പെങ്ങളെ ഞങ്ങൾ ഏറ്റും. എന്റെ പെങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരിക, അതുകൊണ്ട് എനിക്ക് ഒരു വിഷമം. സാരമില്ല ലീനാമ്മേ, അവരെന്തെങ്കിലും ചോദിച്ചാൽ നീ വളരെ ആലോചിച്ച് സൂക്ഷിച്ച് ഓർമ്മിച്ച് വളരെ. സാറൊന്ന് പോയാട്ടെ, ഞങ്ങളെ അല്പനേരം ഒന്ന് സംസാരിക്കട്ടെ. അപ്പൊ എന്നാൽ ഞാൻ ഇരിക്കുമോളെ. പൗലോസിനെ പോലെ തന്നെ നല്ല അഴകുള്ള പെണ്ണ്. നിനക്ക് കല്യാണ ആലോചന ഒന്നും ഇല്ല മോളെ? ഒരാലോചനയുണ്ട്. ചേട്ടന് വല്ല കല്യാണാലോചനയുണ്ടോ? എനിക്കറിയാൻ പാടില്ല. വീട്ടുകാരറിയാതെ വല്ലതും മറയ്ക്കാതെ ഉള്ളത് തുറന്നു പറ. അയ്യോ, ഞാൻ പറയത്തില്ല. ചേട്ടൻ എന്നെ കൊല്ലാൻ വരും. അപ്പോൾ ഏതോ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. അത് രഹസ്യമാ. പിന്നെ ചേട്ടൻ ഒരു ദിവസം പശുവിനെ വാങ്ങാൻ. പോയില്ലേ? ഞാന് എസ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഇത്രയും രൂപ വരണോ, അത് ഒരുമിച്ച് വാങ്ങണോ അതോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങണോ എന്നുള്ള അതെല്ലാം ഓഫീസ് കാര്യം. എന്നെ എന്തിനു കാണിക്കുന്നു? എല്ലാം മുതലാളി പറയും പോലെ അങ്ങ് ചെയ്താൽ മതി. ചേട്ടാ, ഈ അമ്മച്ചിയും റോസിക്കുട്ടിയും ചേട്ടന്റെ കല്യാണക്കാരും ചോദിക്കുക. ഞാൻ പറയട്ടെ ചേട്ടാ, ഈ ആങ്ങളുടെയും പെങ്ങളുടെയും കാര്യത്തിൽ ഏതോ കള്ളത്തരമുണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ആരാ പെണ്ണ്? ലീല പറയാൻ പോയപ്പോ ചേട്ടൻ പിന്നെ എന്തിനാ തടഞ്ഞത്? മറ്റൊന്നുമല്ല, റോസിക്ക് അറിയാമല്ലോ ആരുടെ കാര്യമാണെന്ന്. ഓഹോ, അപ്പോൾ ഈ കാര്യം വീട്ടിൽ പറഞ്ഞില്ലേ? അതൊക്കെ നടക്കേണ്ടത് പോലെ നടന്നു കഴിഞ്ഞു. ആ ലീനാമ്മേ, ഞാൻ അപ്പച്ചൻ എഴുതിയിരിക്കുന്ന ഒരു കത്താണിത്. ഇത് മതി, ഒന്ന് വായിച്ചു നോക്ക. ആര് എന്ത് ചോദിച്ചാലും ചിരിച്ചൊഴിഞ്ഞോണം. പൗലോസ് പോയിട്ട് പണത്തിന്റെ വിവരം ഒന്നും അറിയിച്ചില്ലല്ലോ. ഇരിയാൻ അവിടം വരെ ഒന്നും പോയേച്ചു വന്നു. എന്നേക്കാൾ അവന്റെ പെങ്ങളെ കെട്ടിച്ചയക്കണം എന്നുള്ള വിചാരം അവനുണ്ട്. ലോനാത്ത ചേട്ടനെയും കണ്ടില്ലല്ലോ. ചെറുക്കന് മറ്റന്നാ പണം കൊടുക്കാന്നല്ലേ ഏറ്റിരിക്കുന്നേ? നോക്കിക്കോ, നാളെ വൈകുന്നേരം മുമ്പായിട്ട് അവൻ പണവും കൊണ്ട് ഇവിടെ വരും. ഇതാ, ഇതിൽ 25,000 രൂപയുണ്ട്. കണക്കിലുള്ളതല്ല. അതൊക്കെ പറ, വല്ലരും കേട്ടാ മതി. ഇക്കാലത്ത് ആരെങ്കിലും വിശ്വസിക്കാൻ ഒക്കുമോ പൗലോസെ? അയ്യോ, വിശ്വസിക്കാൻ ഒക്കില്ല. പക്ഷേ പൗലോസിനെ ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചിരിക്കുന്നത്. കണ്ടോ ഞങ്ങളിപ്പോ എങ്ങനെ ഇരിക്കുന്നു? ചേട്ടന് തന്നെ ഒരു സംശയം അല്ലേ? സംശയം മാത്രമല്ല, സത്യവും അതാണ്. ഈ വേഷത്തിൽ ലീനാമ്മയെ ഇപ്പൊ എന്റെ അപ്പച്ചൻ കണ്ടാൽ പോലും എന്റെ പെങ്ങളാണെന്ന് പറയത്തില്ല. മമ്മി, ഞാൻ ലീനാമ്മയെ എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണിച്ചു. ലീനാമ്മ എന്തെങ്കിലും ചോദിച്ചാൽ ഇവൾ ഡാവിൽ ഒഴിഞ്ഞു മാറിക്കളാം. ഇതല്ലേ ചേട്ടന് പറയാനുള്ളത്? ലീനാമ്മേ, എന്താ ഇങ്ങ് വരൂ, ഒരു കാര്യം പറയാം. അപ്പോ വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് അപ്പച്ചൻ എന്താ എഴുതേണ്ടത്? ഓ, ഈ പെണ്ണുകളെ വെറുതെ വിടത്തില്ലല്ലോ ഒരു ചേട്ടൻ. അപ്പോ ഇന്ന് കത്തയച്ചാല് നാളെ കിട്ടിയില്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഞായറാഴ്ചയോ. ലീനാമ്മേ, ഇപ്പൊ നിന്നെ കണ്ടാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖയെ പോലിരിക്കുന്നു. ഞാൻ ആകപ്പാടെ വിരണ്ടു നിൽക്കുക. ഈ വേഷത്തിൽ ചേട്ടനെ പിടിച്ചോ? പിടിച്ചോന്നോ? ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകപ്പാടെ അന്തം വിട്ട് നിൽക്കുകയല്ലേ. എന്നാലേ എനിക്കൊരു ചക്കര ഉമ്മതാ. ഓ, സ്വകാര്യം മതി, ഇങ്ങോട്ടൊന്ന് വിട്ടേക്കണം. അല്ല, അത് വ്യക്തമായിട്ട് തന്നെ എഴുതുന്നുണ്ട്. അത് ഇന്ന് ഞാൻ എല്ലാം എഴുതും. അപ്പച്ചന് കാര്യമായിട്ട് തന്നെ എഴുതും. നീ ആരോടാണ് സംസാരിക്കുന്നത് മറന്നു പോകരുതേ. അല്ല, അതിനെപ്പറ്റി വിഷമിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ മറ്റന്നാൾ എഴുത്ത് കിട്ടും. വിഷമിക്കാതെ. എന്താ ഇത്ര വലിയ സംസാരം? ഒന്നുമില്ല റോസി. കൂടെ പോയോ? എന്തോ അതിനായിട്ട് എങ്ങോട്ട് പോയി? പെങ്ങളെ യാത്ര അയക്കാൻ പോയതാണോ?
ഇരിക്കും. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. റോസിന്റെ ഡാഡി വന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഉടനെ നടത്തണം. എന്താ നടത്താമേ? എന്ത് കാര്യമാ? ഇവിടുത്തെ അമ്മച്ചിയുടെ കാര്യം. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഞാൻ റോസിയുടെ കാര്യമാ പറഞ്ഞത്. അത് നടത്താമേ? എനിക്കും റോസിക്കും പൗലോസിന് വളരെ ഇഷ്ടമായി. എല്ലാം എന്റെ ഭാഗ്യം. ലീനാമ്മയുടെ കാര്യവും അറിയണം. അയ്യോ, അറിയാനൊന്നുമില്ല. അവളെന്റെ പെങ്ങളാ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ആ ചുമതല ഞങ്ങൾക്കുള്ളതാണല്ലോ. എന്താ സ്ഥലമൊക്കെ കൊള്ളാമോ? ഓഹോ, കാണാൻ എന്ത് ഭംഗി. പക്ഷേ നിന്റെ ഭംഗിയിൽ ഈ സ്ഥലമേ മങ്ങിപ്പോയി. ലീനാമയെ കെട്ടുന്നവൻ പരമഭാഗ്യവാനാ. അപ്പോൾ റോസിയെ കെട്ടുന്നവൻ സ്വർഗത്തിൽ നിന്ന് വരുന്ന ആളായിരിക്കും. ആട്ടെ, ലീനാമ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? പറയടി കല്ലി. ഉണ്ട്. ആരാ? ആള് കൊള്ളാമോ? ഓഹോ, കാണാൻ നല്ല ചേലുള്ളവരാ. പൗലോസ് ചേട്ടനെ പോലെ സുന്ദരനാണോ? എന്നാൽ നമ്മുടെ രണ്ടുപേരുടെ വിവാഹവും ഒരുമിച്ച് നടത്താൻ ഞാൻ മമ്മിയോട് പറയും. ലീനാമേ, നമുക്ക് ആ കുടിലേക്കൊന്ന് പോയേച്ച് വരാം. ഞങ്ങളുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുടെ മകന് ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ 10 രൂപ കൊടുക്കും. റോസി പോയിട്ട്. ശരി. ചേട്ടൻ ഇവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. ലീനാമ്മേ, ഈ ഒളിച്ചുകളി നമ്മൾ എത്ര നാളിങ്ങനെ നീട്ടിക്കൊണ്ടുപോകും? ഇതിന്റെ പോകുമ്പഴി വേണ്ടേ? ചേട്ടൻ പറയുന്നത് പോലെ ഞാൻ കേൾക്കാം. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. അതെനിക്കറിയാം. ചേട്ടനും റോസിനും കല്യാണം നടക്കാൻ പോവാണെന്ന് മംഗളാവിൽ എല്ലാവരും പറയുന്നു. നമ്മൾ ആങ്ങളെയും പെങ്ങളും വന്നല്ലേ അവർ പറയുന്നത്. അത് സത്യമാണ്. അങ്ങനെ ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു വിടും. പിന്നെ ഇങ്ങനെ പോയാൽ ഇതിന്റെ അവസാനം എവിടാ ചേട്ടാ? ദൈവത്തിന് മാത്രം അറിയാം. പക്ഷെ ഒരു ദിവസം എല്ലാം പൊട്ടിത്തെറിക്കും. അപ്പൊ ആരൊക്കെ ശേഷിക്കുമെന്ന് കണ്ടറിയാം. ഞാൻ കാരണം ചേട്ടൻ ഒരാപത്തും വരുത്തുകയില്ല. ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളൂ. കരയാതെ ലീന. അല്ല, എന്താണിത്? കണ്ണിൽ പൊടി വീണോ? നോക്കട്ടെ, നോക്കെ, തുറക്കെ, തുറക്കെ, തുറക്കെ. ആ, തുറക്കെ. പൊടിയെന്ന് വെച്ചാൽ എന്തൊരു പൊടി? പെങ്ങളെ ഞാൻ വല്ലയിടത്തും കൊണ്ടുപോകുമെന്ന് ഭയന്നാണോ പുറകെ നോക്കാൻ വന്നത്? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. ഇങ്ങനെയുള്ള വലിയ സ്ഥലത്ത്, അതും ഈ നിലപാടിൽ, അവൾ ആദ്യമായിട്ടാണ്. പിന്നെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് ധൈര്യമാണ്. അതിനേക്കാൾ സന്തോഷം എനിക്കാണ്. ചേട്ടാ, ലീന ആരെയോ സ്നേഹിക്കുന്നു. അയാൾക്ക് തന്നെ അവളെ കെട്ടിക്കൊടുക്കണം. റോസി പറഞ്ഞാൽ റെഡി. സമ്മതിച്ചു. അപ്പീലുണ്ടോ? അല്ല, പെങ്ങൾ പിണങ്ങിപ്പോവുകയാണോ? ചേച്ചേ, നമ്മുടെ ഈ രംഗം കണ്ട് വഴിമാറി തരികയാണ്. ഓ, ലീനാമ്മയുടെ എന്താ എന്താ? ആ പഴയ തട്ടമ്പി അന്തപ്പൻ. ആ തെമ്മാടി ഇവിടെയും വന്നു. ആ വന്നു. നീ ഇന്നല്ലേ ഈ കാര്യം എന്നോട് പറയുന്നത്? ഞാൻ അന്ന് അവനെ ആദ്യം കണ്ടപ്പോഴേ തീരുമാനിച്ചതാണ്. അവനൊരു നല്ല ചെറുപ്പക്കാരനാണ്. നമ്മൾക്കൊരു മോളല്ലേ ഉള്ളൂ. അവൾക്കും പൗലോസിനെ വലിയ ഇഷ്ടമാണ്. ആ, എന്നാലേ അവളുടെ ഡാഡിക്കും ഇഷ്ടമാണ്. റോസിയുടെ ഡാഡി യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു പ്രധാന കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പൗലോസിനോട് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ എന്നെ അറിയിക്കാതെ മമ്മി മകക്കും മരുമോനും വാക്ക് കൊടുത്തു അല്ലേ? എന്നാലേ
നിങ്ങളെ ആരെ അറിയിക്കാതെ ഞാൻ ഈ കല്യാണം തീരുമാനിക്കും, നടത്തും. ഹലോ ഡാഡി. ഹലോ ഡിയർ. നമസ്കാരം മുതലാളി. നമസ്കാരം. ഹലോ മിസ്റ്റർ പൗലോസ്, ഹൗ ആർ യു? ഇതാണ് പൗലോസിന്റെ പെങ്ങൾ ലീനമ്മ. ഓ ഐ സി, പൗലോസിന്റെ സഹോദരിയാണല്ലേ? മുതലാളിയെ കണ്ട ഉടനെ അവൾ പേടിച്ചു പോയി. അതാണ് ഒന്നും മിണ്ടാത്തവർ. ലീനാവ് പേടിക്കണ്ട, ഇന്നു മുതൽ നീയും എന്റെ ഒരു മകളാണ്. കൊള്ളാം. റോസി അവിടെ തറ നിർത്താതെ കൊണ്ട് നടക്കുക. നല്ല ആളുകളെ അവൾ കണ്ടാൽ അറിയാം. കേട്ടോ ലീനാമ്മേ, നിന്റെ ചേട്ടനെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നറിയാവോ? അവന്റെ ആത്മാർത്ഥയും സത്യസന്ധയും മാത്രമാണ്. അല്ലേ പൗലോസേ? അല്ല, മുതലാളി പറയുന്ന വിശ്വാസം എന്നും നിലനിർത്താൻ കഴിയുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. പൗലോസിന് ഭയപ്പെടണം? കള്ളന്മാരും ദുഷ്ടന്മാരും മാത്രം ഭയപ്പെടാൻ പോരെ? സത്യസന്ധയും ആത്മാർത്ഥയുള്ള പൗലോസിന് ഭയപ്പെടണം. അതും ശരിയാണ് മുതലാളി. പൗലോസ് വരണം. ഇരിക്കണം മിസ്റ്റർ പൗലോസ്. വേണ്ട മുതലാളി, ഞാനിവിടെ നിന്നോളാം. ഇനി നാം തമ്മിൽ ഇങ്ങനെയുള്ള മര്യാദയൊന്നും വേണ്ട. നാളെ മുതൽ എന്റെ മോട്ടോർ കമ്പനിയുടെയും എസ്റ്റേറ്റുകളുടെയും എല്ലാ ഭരണ ചുമതലകളും നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇത്രയും വലിയ ചുമതല ഏറ്റെടുക്കാനുള്ള ഭാഗ്യമോ കഴിവോ എനിക്കുണ്ടോ മുതലാളി? ഞാനൊരു സാധാരണക്കാരനാണ്. ലുക്കിയ മിസ്റ്റർ പൗലോസ്, ഞാനും ഒരു സാധാരണക്കാരനായിരുന്നു. എന്റെ ആത്മാർത്ഥമായ പരിശ്രമവും സത്യസന്ധതയും മാത്രമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. മുതലാളി പറഞ്ഞാൽ അതനുസരിക്കുക എന്നുള്ളത് എന്റെ കടമയാണ്. ഞാൻ ഉള്ള സത്യം പറയാമല്ലോ, എന്റെ മകൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഞങ്ങൾക്കും ആ കാര്യത്തിൽ തൃപ്തിയാണ്. ആ മോട്ടാർ മുതലാളിയുടെ മോളെ കല്യാണം കഴിച്ച ഈ ലക്ഷപ്രഭുവാകും. അതുമാത്രം എന്റെ പെങ്ങൾക്ക് 10,000 or 5,000 സ്ത്രീധനം കൊടുത്ത് നല്ല ഒന്നാന്തരം ഒരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യാം. മിസ്റ്റർ പൗലോസ്, എന്താണ് ഇത്ര വലിയ ആലോചന? ഞാൻ സ്വപ്നം കാണുകയാണ്. ഒരിക്കലുമല്ല. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ എന്നോട് ചോദിക്കാം. മുതലാളി, എനിക്ക് ഒരേ ഒരു സഹായം ചെയ്യണം. പറയണം. ജീവിതത്തിൽ വന്ന ഒരു കടപ്പാട് തീർക്കാനുള്ള 6,000 രൂപ എനിക്ക് തന്ന സഹായം. ഇത്രയേ ഉള്ളൂ. കമലോ, ഇതിൽ 2 ലക്ഷം രൂപയുണ്ട്. ഇത് മിസ്റ്റർ അലക്സാണ്ടറെ ഏൽപ്പിച്ചിട്ട് ഉടൻ തിരിച്ചു തരിക. നിങ്ങൾ വന്നാലും ആവശ്യപ്പെട്ട പണം ഞാൻ തരാം. ടേക്ക് മൈ കാർ. ഓക്കെ? ശരി. മിണ്ടിപ്പോകരുത്, മുതലാളി അകത്തുണ്ട്. ചേട്ടാ പോവരുത് ചേട്ടാ, ഇങ്ങോട്ടൊന്ന് വരണം. നിനക്ക് ബുദ്ധിയുണ്ടോ? മുതലാളി അകത്തിരിക്കുമ്പോ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു ചേട്ടാ. ചേട്ടൻ അവര് ഏതോ കല്യാണക്കാരി ആലോചിക്കുക. അവര് പണക്കാര്, 100 പേർ കല്യാണം ആലോചിക്കും. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ? അതും കേട്ടോണ്ട് ഞാൻ എങ്ങനെ ഇവിടെ കഴിയും ചേട്ടാ? ശരി, നീ ഒന്നും പേടിക്കണ്ട. ഇന്ന് വൈകുന്നേരം ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. വീട്ടിൽ പോയാ അപ്പൻ എന്നെ കൊല്ലും. ഞാൻ പോകത്തില്ല. ഞാൻ തന്നെ വന്ന് ആ കളഞ്ഞുപോയ പണം നിന്റെ അപ്പന്റെ കയ്യിൽ കൊടുക്കാം. പിന്നെ നിന്റെ കല്യാണത്തിൽ ഏർപ്പാടും ചെയ്യാം. എന്താ പോരെ? മുതലാളി എന്തെങ്കിലും ചോദിച്ചോ? മുതലാളി എന്തെങ്കിലും ചോദിച്ചാൽ തലവേദനയാണെന്നും പറഞ്ഞ് ആ കിടക്കമുറിയിൽ കയറി കിടന്നോ. വൈകുന്നേരം എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. നീനാമേ, ആരവിടെ സംസാരിക്കുന്നത്? അന്തോണിയാണെന്ന് പറ. അന്തോണി. അന്തോണിയാണ്, അന്തോണി. എന്റെ മാതാവേ, ഇനി എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഒരാപത്തും കൂടാതെ എന്നെ എന്റെ ലോകത്തേട്ടനെ രക്ഷിക്കണേ. നീനാമേ, നീനാമേ, നീ എന്തിനാ കരയുന്നത്? ചേട്ടൻ മഴ കുറഞ്ഞ വീട്ടിൽ പോകാൻ വേണ്ടി. ചേട്ടനല്ലാതെ എനിക്ക് വീടുമില്ല, നാടുമില്ല. മണ്ടി വിഷമിക്കാതെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. പിന്നെ നിന്റെയും ചേട്ടന്റെയും കല്യാണം ഒരുമിച്ച് നടത്താമെന്നാ ഡാഡി പറഞ്ഞിരിക്കുന്നത്. എന്റെ ചേട്ടന്റെ കല്യാണം അമ്പടി കണ്ടി. കല്യാണം എന്ന് പറഞ്ഞപ്പോ പെണ്ണിന്റെ ഒരു സന്തോഷം. എനിക്ക് നാണമാവുന്നു. ഒരു നാണം, നിന്റെ നാണം ഞാൻ ഇപ്പൊ തീർക്കും. വെറുതെ വിടത്തില്ല, നോക്കിക്കോ. ഞാനും വെറുതെ വിടില്ല.